ജി എസ് ടിയുടെ ബാക്കി സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ഈ ജി എസ് ടിയുടെ എൻറ്റയർ സീരീസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൺഅക്കാഡമിയാണ്. അൺഅക്കാഡമി ഇന്ത്യയിലെ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ രംഗത്ത് ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അൺഅക്കാഡമി ഒരു കോംപ്രിഹെൻസീവ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ബാച്ച് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ വരുന്ന സെപ്റ്റംബർ 1 തീയതിയാണ് ഈ ഒരു കോംപ്രിഹെൻസീവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ്, അക്കൗണ്ടൻസി, ബിസിനസ് മാത്ത്, സ്റ്റാറ്റ്, അതുപോലെ നമ്മുടെ ലോ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ഈ ഒരു 3 പേപ്പറിനായിരിക്കും ഈ ഒരു കോംപ്രിഹെൻസീവ് ബാച്ച് ഉണ്ടാവുക. ഈ ഒരു കോംപ്രിഹെൻസീവ് ബാച്ച് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ്സ് കൂടി കിട്ടും. അതായത് പ്രോപ്പർ അപ്ഡേറ്റഡ് ആയിട്ടുള്ള PDF നോട്ട്സ് കിട്ടും, ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റേഴ്സിനോട് ചോദിക്കാൻ പറ്റും. ഇന്ത്യയിൽ തന്നെ ടോപ്പ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ടെസ്റ്റ് ആൻഡ് ക്യൂസ് കാര്യങ്ങൾ കാണും. അതുപോലെ നമുക്ക് പോൾ ഉണ്ട്. ലൈവ് ക്ലാസ് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പോളിലൂടെ നമ്മുടെ റിയാക്ഷൻസ് രേഖപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് നിങ്ങൾ ഈ ഒരു പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഈ അൺഅക്കാഡമി ഫൗണ്ടേഷൻ, നമ്മുടെ ഈ CMA ഫൗണ്ടേഷന്റെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ്, അതായത് പേയ്മെന്റും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പൊ സ്ക്രീനിൽ കൊടുത്തിരിക്കാം. 3 രീതിയിൽ നിങ്ങൾക്ക് ഒരു ബാച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. 6 മാസം, 12 മാസം, അതുപോലെ 24 മാസം, ഇങ്ങനെ 3 പ്ലാനാണ് ഉള്ളത്. ഈ 3 പ്ലാനിന്റെയും എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് നമ്മൾ അൺഅക്കാഡമിയിൽ ഒരുപാട് ക്ലാസ്സസ് ഉണ്ടാവും. നമ്മുടെ CMA റിലേറ്റഡ് മാത്രമല്ല, ബാങ്ക് കോച്ചിങ്, അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, നമ്മുടെ സ്കൂളില്, അതുപോലെ സ്കൂളിലെ സയൻസ്, കൊമേഴ്സ് സ്ട്രീം, അതുപോലുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരുപാട് ക്ലാസ്സസും ഒരുപാട് കോഴ്സസും അൺഅക്കാഡമിയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചാനലിന്റെ വകയായിട്ട് സാഗർ 45 എന്ന് പറഞ്ഞൊരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അൺഅക്കാഡമിയിൽ നിങ്ങൾ ഏത് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിലും ഏത് കോഴ്സ് ഹയർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് 10% ഡിസ്കൗണ്ട് കൂടി കിട്ടും. സാഗർ 45. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഒരു വൈസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സ്റ്റഡീസിന് ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും അൺഅക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ക്ലാസ്സസ് നിങ്ങൾ ഹയർ ചെയ്യുക. ഓക്കെ, നമുക്കിനി നമ്മുടെ GSTയുടെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ ഇതുവരെ എത്ര എക്സംഷൻസ് പഠിച്ചു? ഇതുവരെ നമ്മൾ പഠിച്ച എക്സംഷൻസ് എന്ന് പറഞ്ഞാൽ എൻട്രി നമ്പറോ സീരിയൽ നമ്പറോ ഒക്കെ പറയുകയാണെങ്കിൽ കുറെ എക്സംഷൻസ് നമ്മൾ പഠിച്ചു. കുറെ കാര്യങ്ങൾ പഠിച്ചു. അത് സീരിയൽ നമ്പർ 72, 74, 75, 42, 74A, അങ്ങനെ കുറെ എക്സംഷൻസ് നമ്മൾ പഠിച്ചു. പക്ഷെ നമുക്ക് അതൊന്നും വേണ്ട. നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരൊറ്റ വാക്കിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ് എക്സംഷൻ പഠിച്ചത്. എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടുന്ന സർവീസ് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സർവീസ് നമ്മുടെ ജീവിതം നിലനിൽക്കാൻ, നമ്മുടെ ഇന്ത്യയിൽ സേഫ് ആയിട്ട് ജീവിക്കാൻ നമ്മുടെ ഗവൺമെന്റ് പറയുന്ന ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ നമ്മൾ GST കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ GSTയുടെ പെർസ്പെക്റ്റീവിന് പുറത്താണ്. അതാണ് നമ്മൾ പഠിച്ച ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ ഹെൽത്ത് കെയർ സർവീസും പഠിച്ചത്, റിലീജിയനും അതുപോലെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാര്യവും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്തതാണ് ലീഗൽ സെക്ടർ. ലീഗൽ സെക്ടറിന്റെ കാര്യം നമ്മൾ പഠിക്കാനുണ്ട്. ഈ ലീഗൽ സെക്ടറിന്റെ കാര്യങ്ങൾ കുറച്ചധികം ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ ഈ ലീഗൽ സെക്ടറിൽ പഠിക്കാനുണ്ട്. നമുക്കത് പഠിക്കാം. നോക്കിയേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഈ ലീഗൽ സെക്ടർ? ഈ ലീഗൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് നമ്മുടെ അഡ്വക്കേറ്റ്സ്, ആർബിട്രൽ ട്രൈബ്യൂണൽ, അതുപോലുള്ള ആൾക്കാരല്ലേ. അതായത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ലീഗലി തരുന്ന സർവീസും കാര്യങ്ങളൊക്കെയാണ് ഈ ലീഗൽ സെക്ടറിൽ വരുന്നത്. അപ്പൊ നമ്മൾ നെഗറ്റീവ് ലിസ്റ്റ് പഠിച്ചപ്പോൾ പറഞ്ഞു ആർബിട്രൽ ട്രൈബ്യൂണൽ എന്തെങ്കിലും സർവീസ് നമുക്ക് തരികയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണ്ട, ടാക്സ് ചെയ്യേണ്ട. ഓക്കെ, അത് കറക്റ്റാ. നമ്മൾ ഷെഡ്യൂൾ 3 പഠിച്ചപ്പോൾ നെഗറ്റീവ് ലിസ്റ്റിനകത്ത് പഠിച്ചതാണ്. കോർട്ട് എന്തെങ്കിലും സർവീസ് നമുക്ക് തരികയാണെങ്കിൽ അത് ടാക്സ് ചെയ്യേണ്ട. അപ്പൊ ഓൾറെഡി അത് എക്സംപ്റ്റഡ് ആണ്. പിന്നെ എന്തിനാ ഇവിടെ പറഞ്ഞത്? ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതി എന്തെങ്കിലും സർവീസ് ബിസിനസ്സിനാണ് കൊടുക്കുന്നെങ്കിൽ അത് ടാക്സബിൾ ആണ്. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സംഷൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞു, നമ്മൾ ഈ പറയുന്ന ആർബിട്രൽ ട്രൈബ്യൂണൽ എന്ത് സർവീസ് കൊടുത്താലും എക്സംപ്റ്റഡ് ആണെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഇവര് ഈ സർവീസ് കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്, അത് ടാക്സബിൾ ആണ്. അവിടെ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും അത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ അല്ലേ? ഇനി അത് പല കാറ്റഗറിയിൽ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. നമുക്കത് പഠിക്കാം. ആർബിട്രൽ ട്രൈബ്യൂണലിനകത്ത് വരുന്ന, നമ്മൾ ഈ പറയുന്ന ലീഗൽ സെക്ടറിനകത്ത് വരുന്നത് ആർബിട്രൽ ട്രൈബ്യൂണൽ, അതുപോലെ അഡ്വക്കേറ്റ്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പൊ നമുക്ക് നോക്കാം ആർബിട്രൽ ട്രൈബ്യൂണലിന്റെ സർവീസസ്. നോക്കിയേ, ഈ നമ്മുടെ ഈ പറയുന്ന ആർബിട്രൽ ട്രൈബ്യൂണൽ, എന്റെ കൾച്ചർ പോണ അവിടെ നോക്കിയോ, ഈ ആർബിട്രൽ ട്രൈബ്യൂണല് നോൺ ബിസിനസ് എൻറ്റിറ്റിക്ക്, അതായത് ബിസിനസ് അല്ലാണ്ട് ബാക്കിയുള്ള ആർക്കെങ്കിലും സർവീസ് കൊടുത്താൽ എക്സംപ്റ്റഡ് ആണ്. കണ്ടോ, ബാക്കി ആർക്ക് സർവീസ് കൊടുത്താൽ എക്സംപ്റ്റഡ് ആണ്. ആ ആർബിട്രൽ ട്രൈബ്യൂണൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി, അതുപോലുള്ള ഏതെങ്കിലും ഒരു ആൾക്കാർക്ക് സർവീസ് കൊടുത്താലും എക്സംപ്റ്റഡ് ആണ്. അപ്പൊ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കൊടുത്താൽ എക്സംപ്റ്റഡ് ആണ്, ഗവൺമെന്റിന് തന്നെ കൊടുത്താൽ എക്സംപ്റ്റഡ് ആണ്, ആർക്ക് കൊടുത്താൽ എക്സംപ്റ്റഡ് ആണ്. ആർക്ക് മാത്രം എക്സംപ്റ്റഡ് അല്ല? ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ്സിന് മാത്രം എക്സംപ്റ്റഡ് അല്ല. ആർക്ക് മാത്രം എക്സംപ്റ്റഡ് അല്ല? ബിസിനസ്സിന് മാത്രം എക്സംപ്റ്റഡ് അല്ല. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബിസിനസ്സിന് മാത്രം എക്സംപ്റ്റഡ് അല്ല. അത് ചുമ്മാ എന്ന് പറഞ്ഞാൽ പോരാ. ബിസിനസ് എക്സംപ്റ്റഡ് അല്ല എന്നൊരു കാരണമുണ്ട്. കാരണമല്ല, അതിനൊരു എന്തൊരു പറയുന്നത്
ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ ആണ് നമ്മൾ പഠിക്കാൻ പോകണം. നോക്കി, ഈ ആർബിട്രൽ ട്രൈബ്യൂണൽ ബിസിനസിനാണ് സർവീസ് കൊടുക്കുന്നെങ്കിൽ, കണ്ടോ ആർബിട്രൽ ട്രൈബ്യൂണൽ ആർക്ക് കൊടുക്കുന്നു? ബിസിനസിനാണ് സർവീസ് കൊടുക്കുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവരുടെ ടേൺ ഓവർ നോക്കി, ടേൺ ഓവർ ഓഫ് ദ ബിസിനസ് എൻറ്റിറ്റി അപ് ടു സച്ച് എമൗണ്ട് ഇൻ നമ്മുടെ പ്രീവിയസ് ഇയർ മേക്സ് ദ എലിജിബിലിറ്റി ഫോർ എന്ത് നമ്മുടെ എക്സംഷൻ ഫോർ രജിസ്ട്രേഷൻ. അതായത് ഒരു ബിസിനസ് എൻറ്റിറ്റി പ്രീവിയസ് ഇയറിൽ രജിസ്ട്രേഷൻ എടുക്കാനുള്ള ടേൺ ഓവർ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ ടേൺ ഓവർ രജിസ്ട്രേഷൻ എടുക്കാനുള്ള ടേൺ ഓവർ എക്സീഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരാള് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ആണെങ്കിൽ, രജിസ്റ്റേർഡ് ചെയ്തിട്ടുണ്ടോ രജിസ്റ്റേർഡ് ചെയ്തിട്ടില്ലേ എന്നൊന്നല്ല പറയുന്നത്, ഒരു ബിസിനസ് പ്രീവിയസ് ഇയറിൽ രജിസ്ട്രേഷൻ എടുക്കാനുള്ള ടേൺ ഓവർ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, രജിസ്ട്രേഷനുള്ള ടേൺ ഓവർ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ടാക്സബിൾ ആണ്, അല്ലെങ്കിൽ എക്സെപ്റ്റഡ് ആണ്. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞേ, എന്താണ് ഒരു ബിസിനസ് എൻറ്റിറ്റി പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ നമ്മൾ എടുത്തിട്ട് രജിസ്ട്രേഷൻ എടുക്കാനുള്ള ക്രൈറ്റീരിയ പലയിടത്തും പലതാണ്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന് വേറെയാണ്, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ വേറെയാണ്, നോർമൽ സ്റ്റേറ്റുകളിൽ വേറെയാണ്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ആ റേറ്റ് നമ്മൾ പറയുന്നത് ഇത് പുതിയ അമെന്റ്മെന്റ്. പണ്ടത്തെ ടെക്സ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 20 lakhs 10 lakhs എന്നൊക്കെ പറഞ്ഞ റേറ്റ് തന്നിരിക്കുന്നത്. ഇപ്പൊ 20 lakhs 10 lakhs ഒന്നും ഇല്ല, പലയിടത്തും പല രജിസ്ട്രേഷന്റെ ഡേറ്റ് ആണ്. അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ മാറ്റി, ആ എക്സംഷൻ ഇങ്ങനെയാണ്. അതായത് ഒരു ബിസിനസ് എൻറ്റിറ്റി പ്രീവിയസ് ഇയറിൽ അവന്റെ ടേൺ ഓവർ എടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ എടുക്കാൻ, അവൻ ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിനെ വെച്ചിട്ട് രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആണെങ്കിൽ, അത് അവന് മാത്രം ആ സർവീസ് ടാക്സബിൾ ആണ്, അല്ലെങ്കിൽ ടാക്സബിൾ അല്ല. ഈ ഒരു പോയിന്റ് മാത്രം പഠിച്ചാൽ ലീഗൽ സർവീസിൽ മൊത്തം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഈ ഒരു പോയിന്റ്. മനസ്സിലായോ? കത്തിയോ നന്നായിട്ട് മനസ്സിലാക്കി. പെട്ടെന്ന് റിപ്ലൈ തന്നെ. ഒന്നുകൂടെ പറയാം, ഒരു ബിസിനസ് എൻറ്റിറ്റി, നിങ്ങൾ റിപ്ലൈ താ, ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ബിസിനസ് എൻറ്റിറ്റി അവന്റെ പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ എടുക്കുമ്പോൾ, അതായത് അവന്റെ തൊട്ട് മുന്നത്തെ ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ എടുക്കുന്ന സമയത്ത് ആ ടേൺ ഓവർ രജിസ്ട്രേഷൻ എടുക്കാനുള്ള ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ടോ അല്ലേ നോക്കുക. അതായത് അവൻ ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ആണോ അല്ലേ നോക്കുക. അങ്ങനെയാണെങ്കിൽ അവന് ലീഗൽ സർവീസ് എവിടുന്നൊക്കെ കിട്ടിയാലും ടാക്സബിൾ, അല്ലെങ്കിൽ നോട്ട് ടാക്സബിൾ, എല്ലാവർക്കും എക്സെപ്റ്റഡ്. മനസ്സിലായോ? നമ്മളെ പോലുള്ള സാധാ പോലുള്ള ആൾക്കാർ, ആം ആദ്മി, നമ്മളെ പോലുള്ള നോർമൽ ആൾക്കാർക്ക് എല്ലാ ലീഗൽ സർവീസും എക്സെപ്റ്റഡ് ആണ്. കാരണം നമുക്ക് നാട്ടിൽ ജീവിക്കാൻ എസെൻഷ്യൽ ആണ്. വേറെ ഒരു വഴിയും കിട്ടാത്തപ്പോഴാണ് നമ്മൾ കോടതിയെ സമീപിക്കുന്നത്. ഇനി അവർ തരുന്ന സർവീസിന് അവർക്ക് പൈസയും കൊടുത്ത് GST കൂടെ കൊടുക്കണമെന്ന് വെച്ചാലോ അത് പറ്റൂല. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അത് എക്സെപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ആർബിട്രൽ ട്രൈബ്യൂണൽ തരുന്ന കാര്യത്തെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇനി അത് മാത്രമല്ല, അടുത്ത ആൾക്കാർ നോക്കി, സർവീസസ് പ്രൊവൈഡഡ് ബൈ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ്സ് ഓർ ഫേം ഓഫ് അഡ്വക്കേറ്റ്സ് ടു അനദർ അഡ്വക്കേറ്റ്സ്. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റോ ഒരു ഫേം ഓഫ് അഡ്വക്കേറ്റോ മറ്റൊരു ആൾക്ക്, മറ്റേതെങ്കിലും ഒരു അഡ്വക്കേറ്റിനോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിന്റെ ഫേമിനോ സർവീസ് കൊടുക്കുകയാണ്. പക്ഷേ അതർ ദാൻ സീനിയർ അഡ്വക്കേറ്റ് അല്ലാത്ത ബാക്കിയുള്ള ഏതെങ്കിലും അഡ്വക്കേറ്റിന് കൊടുക്കും. സീനിയർ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പഠിക്കാം. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ, സീനിയർ അഡ്വക്കേറ്റ് അല്ലാണ്ട് ബാക്കിയുള്ള ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റ്, സീനിയർ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ കുറെ പ്രായമൊക്കെ ഉള്ള ആൾക്കാരല്ലേ, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. അപ്പൊ ഈ സീനിയർ അഡ്വക്കേറ്റ് അല്ലാണ്ട് ഒരു ലീഗൽ ഫേമോ അല്ലെങ്കിൽ ലീഗലി സർവീസുകൾ കൊടുക്കുന്ന ഒരാള്, ഐ മീൻ ഒരു അഡ്വക്കേറ്റോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിന്റെ അസോസിയേഷൻസോ അവരുടെ ഫേമോ മറ്റൊരു അഡ്വക്കേറ്റിന്റെ അസോസിയേഷൻസിനോ മറ്റൊരു ഫേമിനോ ഒക്കെ സർവീസ് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, അവിടെയാണെങ്കിലും ഇതാ എന്ത്, അങ്ങനെയാണെങ്കിൽ നോൺ ബിസിനസ് എൻറ്റിറ്റീസിന് ടാക്സബിൾ അല്ല, നമ്മളെ പോലുള്ള ഇൻഡിവിജ്വൽസ് ഓഫ് അഡ്വക്കേറ്റ്സ് ആണെങ്കിൽ ടാക്സബിൾ അല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും അതോറിറ്റീസിനാണെങ്കിൽ ടാക്സബിൾ അല്ല. ആർക്ക് മാത്രം ടാക്സബിൾ? ബിസിനസ് എൻറ്റിറ്റി ആയിരിക്കണം. ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു, ഈ അഡ്വക്കേറ്റ്സ് എന്ന് പറഞ്ഞാലും ബിസിനസ് എൻറ്റിറ്റിയാണ്. നമ്മുടെ GSTയുടെ കണ്ണിൽ നോക്കുകയാണെങ്കിൽ അതും ബിസിനസ് എൻറ്റിറ്റിയാണ്. അപ്പൊ നോക്കേണ്ടത് അവരുടെ പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ നമ്മൾ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ലയബിൾ ആണോ അല്ലേ നോക്കുക. ആണെങ്കിൽ അവർക്ക് ടാക്സബിൾ, അല്ലെങ്കിൽ അവർക്ക് എക്സെപ്റ്റഡ്. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യം പഠിച്ചാൽ ലീഗൽ സർവീസ് മുഴുവൻ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആർബിട്രൽ ട്രൈബ്യൂണലിന്റെ കാര്യവും അഡ്വക്കേറ്റ് മറ്റൊരു അഡ്വക്കേറ്റിന് കൊടുക്കുന്ന കാര്യവും എല്ലാം സെയിം തന്നെയാണ്. എന്താ മാത്രം നമ്മൾ പഠിച്ചാൽ മതി, ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക്, ഈ ബിസിനസ് എൻറ്റിറ്റിയുടെ കാര്യം മാത്രം പഠിച്ചാൽ മതി. ബിസിനസ് എൻറ്റിറ്റിക്ക് പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ നോക്കുക, രജിസ്ട്രേഷനിൽ ലയബിൾ ആണോ അല്ലേ നോക്കുക. അങ്ങനെയാണെങ്കിൽ അയാള് ടാക്സബിൾ, അല്ലെങ്കിൽ നോൺ ടാക്സബിൾ. സംശയമില്ലല്ലോ, സിമ്പിൾ കാര്യമല്ലേ? മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? ഓക്കെ, ശരി. ഇനി നമ്മൾ പറഞ്ഞില്ലേ സീനിയർ അഡ്വക്കേറ്റിന്റെ കാര്യം. അങ്ങനെ ഒരു സീനിയർ അഡ്വക്കേറ്റ് ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെ. ഇവിടെ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. എന്താ നോക്കി, ബിസിനസ് എൻറ്റിറ്റിക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ എന്ത് ടേൺ ഓവർ നോക്കുക, പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ എടുക്കുക, രജിസ്ട്രേഷൻ ലയബിൾ ആണെങ്കിൽ ടാക്സബിൾ, രജിസ്ട്രേഷൻ ലയബിൾ അല്ലെങ്കിൽ നോൺ ടാക്സബിൾ. ഓക്കെ, നോൺ ബിസിനസ് എൻറ്റിറ്റിക്കാണ്, നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്കാണ് സീനിയർ അഡ്വക്കേറ്റ് എന്തെങ്കിലും ഒരു സർവീസ് തരുന്നെങ്കിൽ അവിടെയും നോൺ ടാക്സബിൾ. ഇനി നോക്കി, ടു അനദർ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ് ഓർ ഫേം ഓഫ് അഡ്വക്കേറ്റ്, അതായത് മറ്റേതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റിനോ ഒരു ഫേം ഓഫ് അഡ്വക്കേറ്റിനോ ആണ് കൊടുക്കുന്നെങ്കിൽ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടേൺ ഓവറിന്റെ കാര്യം നോക്കണം. ബിസിനസ് എൻറ്റിറ്റിക്ക് ആപ്ലിക്കബിൾ ആവുന്നത് പോലുള്ള ടേൺ ഓവറിന്റെ കാര്യം നോക്കണം. ഈ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ നമ്മൾ പഠിച്ച ആ ഒരു ട്രെൻഡിനെ വിട്ടിട്ട് പോകും. എന്താ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സീനിയർ അഡ്വക്കേറ്റ് മറ്റൊരു അഡ്വക്കേറ്റിനോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിന്റെ ഫേമിനോ സർവീസ് കൊടുക്കുകയാണെങ്കിൽ
ഒന്നുകൂടെ പറഞ്ഞേ, ഒരു സീനിയർ അഡ്വക്കേറ്റ് ഒരു അഡ്വക്കേറ്റിനോ മറ്റേതെങ്കിലും ഒരു അഡ്വക്കേറ്റിന്റെ ഫേമിനോ സർവീസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് നോക്കണം? ടേൺ ഓവർ ലിമിറ്റ് നോക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അല്ലാണ്ട് അപ്പുറത്ത് കിടക്കുന്ന ഗവൺമെന്റിന് കൊടുക്കുകയാണെങ്കിലോ എക്സെപ്റ്റഡ്, അല്ല ഇപ്പുറത്ത് കിടക്കുന്ന സാധാ പോലെ നോൺ ബിസിനസ് എൻറ്റിറ്റി ആയിട്ടുള്ള നമുക്ക് തരികയാണെങ്കിലോ എക്സെപ്റ്റഡ്. ബിസിനസിന് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് അഡ്വക്കേറ്റ്സിന് കൊടുക്കുകയാണെങ്കിലോ മാത്രം ടേൺ ഓവറിന്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ അല്ലേ? റിപ്ലൈ തന്നേ. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത സാധനം പഠിക്കാം. അടുത്ത നമ്മൾ എന്താ പഠിക്കാൻ പോണെന്ന് അറിയാമോ? റെന്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. റെന്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പഠിച്ചു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഓക്കെ, കണക്ഷൻ പ്രോബ്ലം ആയിരുന്നു, കണക്ഷന്റെ പ്രോബ്ലം ആയിരുന്നു. ഇപ്പൊ ശരിയായി. നമുക്ക് നോക്കാം എന്താ നോക്കിയേ. റെന്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ. എന്ത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതെല്ലാം നോൺ ടാക്സബിൾ ആണ്, GST പെർസ്പെക്റ്റീവ് വരുന്നില്ല, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അതായത് നമ്മുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ റെന്റിന് കൊടുക്കുകയാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ എന്തിനു കൊടുക്കുകയാണ്? റെന്റിന് കൊടുക്കുകയാണെങ്കിൽ നോക്കി അതാണ് ഈ സീരിയൽ നമ്പർ 12 പറയുന്നത്. നോക്കി സീരിയൽ നമ്പർ 12 എന്താ പറയുന്നത് നോക്കി. എന്ന് വെച്ചാല് ഈ റെന്റിങ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഫോർ റെസിഡൻസ്, അതായത് നമ്മൾ താമസിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു വീട് വെച്ചപ്പോൾ നമ്മളെ പഴയ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അതൊക്കെ കാരണം എന്തിനു വേണ്ടിയിട്ടാ? സാധാരണ നമ്മളെ ചെറിയ ചെറിയ വീടുകളൊക്കെ റെന്റിനൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കില്ല. ഏതെങ്കിലും റെസിഡൻഷ്യൽ ബിൽഡിംഗ് നമ്മൾ റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എക്സെപ്റ്റഡ് ആണ്. ഓക്കെ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സെപ്റ്റഡ് ആണ്. കാരണം ഈ റെന്റിനൊക്കെ വന്ന് താമസിക്കുന്ന ആൾക്കാരുടെ കാര്യം ഒന്ന് ആലോചിക്കുക. അവർക്ക് സ്വന്തമായിട്ട് വീടില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കും അവർ വീടൊക്കെ വിട്ടിട്ട് എവിടെയെങ്കിലും വന്ന് റെന്റിന് താമസിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ എക്സംഷൻസ് പഠിക്കുന്ന മുഴുവൻ ഒരൊറ്റ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് എന്ത് എസെൻഷ്യൽ ആണെങ്കിൽ എക്സെപ്റ്റഡ്, എസെൻഷ്യൽ അല്ലെങ്കിൽ എക്സെപ്റ്റഡ് അല്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ ആ ബിസിനസിന്റെ കാര്യം. ബിസിനസ് രജിസ്ട്രേഷൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പാങ്ങുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവർ ഫൈനാൻഷ്യലി സ്ട്രോങ് ആണ്, അങ്ങനെയാണെങ്കിൽ അവർക്ക് എക്സംഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാ നമ്മളെ പോലുള്ള കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകളൊക്കെ ആണെങ്കിൽ മാത്രം അവർക്ക് എക്സംഷൻ കൊടുത്താൽ മതി. അതാണ് നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇവിടെ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വീടില്ലാണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും പലയിടത്തും പോയി റെന്റിന് താമസിക്കുന്നത് അല്ലെ. അപ്പൊ അവര് ഒരു റെന്റ് അടയ്ക്കാൻ തന്നെ കഷ്ടപ്പെടുകയാണ്. അവർക്ക് അത് എസെൻഷ്യൽ ആണ് ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും അതിനകത്ത് GST കൂടെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു സർവീസ് നമ്മൾ എക്സെപ്റ്റഡ് ആക്കി. ഓക്കെ അല്ലേ? കഴിഞ്ഞില്ല. ഒരു വീട് താമസിക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ അത് എക്സെപ്റ്റഡ് എന്ന് പറഞ്ഞു. ഇനി നോക്കി, നമ്മൾ താമസിക്കാൻ കൊടുക്കുന്ന സാധനം ഒരു ഹോട്ടലാണ്, ഒരു ഹോട്ടൽ, ഗസ്റ്റ് ഹൗസ്, ക്ലബ്ബ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവിടുത്തെ പെർ ഡേ റെന്റ് 1000 രൂപയിൽ താഴെയാണെങ്കിൽ, 1000 അല്ല 1000 രൂപയിൽ താഴെയാണെങ്കിൽ എക്സെപ്റ്റഡ്, 1000 രൂപയിൽ മുകളിലാണെങ്കിൽ നോട്ട് എക്സെപ്റ്റഡ്. എന്തുപോലെ തൊട്ട് മുന്നേ പഠിച്ച ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ റിലീജിയസിന്റെയോ അവരുടെ എന്തെങ്കിലും ഡ്വെല്ലിംഗ് നമ്മൾ ഓരോ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇതേ സെയിം സാധനം തന്നെയായിരുന്നു, 1000 രൂപയിൽ താഴെ അല്ലെ. അതാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. ഇവിടെ തൊട്ട് മുന്നേ വരെയുള്ള അമെന്റ്മെന്റിന് ഇത് ഈക്വൽ ടു ഇല്ലായിരുന്നു. 1000 വരെ എക്സെപ്റ്റഡ് ആയിരുന്നു. 1000ത്തിന് ശേഷമാണെങ്കിലേ ഉള്ളൂ, 1001 രൂപയാണെങ്കിലോ അതിനേക്കാൾ മുകളിലാണെങ്കിലേ ഉള്ളൂ ടാക്സബിൾ. പക്ഷെ ഇപ്പൊ അത് മാറ്റി 999 രൂപ വരെയാണെങ്കിൽ എക്സെപ്റ്റഡ്, 1000 രൂപയോ അതിനേക്കാൾ മുകളിലാണെങ്കിൽ ടാക്സബിൾ. മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? സിമ്പിൾ കാര്യമല്ലേ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോണതാണ് എന്റർടൈൻമെന്റ്. അതായത് നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ സർവീസുകളെല്ലാം ഉപയോഗിക്കും. അതെങ്ങനെ ശരിയാവും? കുറച്ച് മുന്നേ കൂടെ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്ത് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നമ്മൾ എക്സെപ്ഷൻ കൊടുക്കും. എസെൻഷ്യൽ അല്ലാത്ത കാര്യമാണെങ്കിൽ എക്സെപ്ഷൻ കൊടുക്കില്ല. എന്റർടൈൻമെന്റ് എസെൻഷ്യൽ ആണ്. അതെ, എന്റർടൈൻമെന്റ് എസെൻഷ്യൽ ആണ്. എന്റർടൈൻമെന്റ് മാത്രമല്ല എസെൻഷ്യൽ, ആ എന്റർടൈൻമെന്റ് നടത്തുന്ന സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് ജീവിക്കാനുള്ളതും എസെൻഷ്യൽ ആണ്. മനസ്സിലായോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഈ മോണുമെന്റ്സുകളുണ്ട്, മോണുമെന്റ്സുകൾ. അതായത് നമ്മുടെ ഗവൺമെന്റ് തന്നെ കാശ് മുടക്കി പ്രൊട്ടക്ട് ചെയ്യുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ താജ്മഹൽ, കുത്തബ് മിനാർ, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ വർഷം തോറും ഗവൺമെന്റ് ബജറ്റിൽ തന്നെ ഒരു പൈസ വകയിരുത്തി മാറ്റി വെച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവര് തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ അത് നിലനിർത്തുക എന്നുള്ളത് ആരുടെ ആവശ്യം കൂടെയാണ്? ഗവൺമെന്റിന്റെയും കൂടെ ആവശ്യം കൂടെയാണ്. അപ്പൊ അവിടത്തേക്ക് വരുമാനം കണ്ടെത്തണ്ടേ? വരുമാനം കണ്ടെത്തില്ലെങ്കിൽ സംഭവിക്കും, ആരും കൊണ്ട് വരില്ല. അപ്പൊ അതുകൊണ്ട് അത് എസെൻഷ്യൽ ആണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. അതുപോലെ ഇപ്പൊ ഒന്ന് ആലോചിക്കുക, ലോക്ക്ഡൌൺ ആയിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക അല്ലെ. സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിൽ 1.5 വർഷം ആവാറായി നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി. ഇപ്പൊ നമുക്കറിയാം എന്റർടൈൻമെന്റിന്റെ ഏറ്റവും വലിയ ആവശ്യകത വെറുതെ വീട്ടിൽ തന്നെ ഇരുന്ന് ഭ്രാന്ത് പിടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ നമുക്കറിയാം എന്റർടൈൻമെന്റിന്റെ ആവശ്യകത ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്റർടൈൻമെന്റിനെ എക്സെപ്റ്റ് ചെയ്യാം. എല്ലാ എന്റർടൈൻമെന്റിനും അല്ല, നമ്മുടെ നാടിന്റെ കൾച്ചർ അല്ലെങ്കിൽ പാരമ്പര്യം, നാടിന് പ്രൗഡായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും അവരെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? എക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്താ നോക്കാം? നോക്കി, ഈ എൻട്രി നമ്പർ 78 പറയുന്നത് എന്താ നമുക്ക് നോക്കാം. അതായത് ഏതെങ്കിലും ഒരു കൾച്ചറൽ ക്ലാസിക് ഫോം ഓഫ് ഡാൻസ്, അതായത് ഭരതനാട്യം, കുച്ചിപ്പുടി,
കർണാട്ടിക് സംഗീതം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളല്ലേ. ഇത് വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് പാരമ്പര്യമായിട്ട് നമ്മുടെ കൈമാറി കൈമാറി വരുന്നു. നമ്മുടെ റിലീജിയനായിട്ടും കസ്റ്റമായിട്ടും നമ്മുടെ ജീവിതശൈലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറെ കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞ ഈ കർണാട്ടിക് മ്യൂസിക്, അതുപോലെ പല ടൈപ്പ് ഓഫ് മ്യൂസിക്കുകൾ, നമ്മളെ നാട്ടിൽ കാണുന്ന ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ക്ലാസിക്കൽ മ്യൂസിക്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളില്ലേ. നമ്മുടെ നാട്ടിലെ ചെണ്ട, അതൊക്കെ നമ്മുടെ പാരമ്പര്യത്തെ മുന്നോട്ട് കാണിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും ഫോക്ക് അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള ആർട്ട് ഫോംസുകളാണെങ്കിൽ അത് ഡാൻസ് ആവാം, അത് മ്യൂസിക് ആവാം, അത് തിയേറ്റർ പെർഫോമൻസുകളാവാം, ഡ്രാമ, അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെയാണെങ്കിൽ നമ്മൾ എക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഒരു പെർഫോമൻസിന് ചാർജ് ചെയ്യുന്ന എമൗണ്ട് 1,50,000 രൂപ വരെ ആയിരുന്നാണെങ്കിൽ എക്സെപ്റ്റ്, 1,50,000 മുകളിലാണെങ്കിൽ ടാക്സ്. ഓക്കെ, സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇല്ലല്ലോ, സിമ്പിൾ കാര്യമല്ലേ. നമ്മുടെ താജ്മഹൽ എന്ന് പറഞ്ഞൊരു ചായയുടെ പൊടിയുണ്ട്, ചായപ്പൊടി, എന്തോ പറയുന്നത്, താജ്മഹൽ പണ്ട് അന്ന് ഒരു തബലിസ്റ്റ് സക്കീർ ഹുസൈൻ, അറിയില്ലേ? ആ പുള്ളിക്കാരൻ വന്ന് ഭയങ്കര തബല ഒക്കെ അടിച്ചിട്ട് ആ താജ്മഹലിന്റെ ഇത് വിൽക്കുന്ന കണ്ടിട്ടില്ലേ? പണ്ടത്തെ പരസ്യം, ചിലപ്പോൾ കാണാൻ വഴിയില്ല. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മാഗിയുടെ ബ്രാൻഡ് അംബാസിഡർ അന്ന് ആരായിരുന്നു? അമിതാഭ് ബച്ചൻ ആയിരുന്നു. കുറച്ചു നാൾ മുന്നേ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ മാഗിക്ക് ഭയങ്കര പ്രശ്നം പറ്റി, മാഗി നമ്മുടെ കുറെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് മാഗി ബാൻ ചെയ്തു കുറെ നാളത്തേക്ക്. ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞിട്ടാണ് മാഗി വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. അന്ന് ബാൻ ചെയ്തപ്പോൾ പിഴ ഈടാക്കിയ ആൾക്കാരുടെ കൂടെ നമ്മുടെ അമിതാഭ് ബച്ചനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അമിതാഭ് ബച്ചനും കുറെ പിഴയൊക്കെ കൊടുത്തു, കുറെ പെനാൽറ്റി കൊടുക്കേണ്ടി വന്നു. അത് എന്തുകൊണ്ടാണെന്ന് അറിയാം? അമിതാഭ് ബച്ചൻ ആയിരുന്നു ആ മാഗിയുടെ ബ്രാൻഡ് അംബാസിഡർ. മനസ്സിലായോ? അങ്ങനെ ഈ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് ഈ താഴെ റെഡ് ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പറഞ്ഞതാണ്. അതായത് ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അവിടെ എന്തില്ല, അവിടെ എക്സെപ്ഷൻ ഒന്നും ഇല്ല. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്ത്, നമ്മുടെ ഈ ഡാൻസ് ഫോം എന്ത്, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഒക്കെ അത് ഒരു പെർഫോമൻസിന് 1,50,000 രൂപയിൽ താഴെയാണ് മേടിക്കുന്നത്, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? ഒരു വലിയൊരു സ്കൂൾ പറയും, ഒരു സ്കൂൾ, ഭയങ്കര ഒരു സ്കൂൾ, വേൾഡ് വൈഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു സ്കൂൾ തുടങ്ങി. ആ സ്കൂളിന്റെ പരസ്യം കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഈ ഡാൻസ് പഠിപ്പിക്കാനുള്ള പരസ്യം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശോഭന, ഭയങ്കര ഡാൻസർ അല്ലേ, ശോഭനെ നമ്മൾ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ശോഭന ബ്രാൻഡ് അംബാസിഡർ ആണ്. അവിടെ കൊടുക്കുന്നത് 1,50,000 രൂപയിൽ താഴെയാണെങ്കിൽ പോലും, അത് ഡാൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അത് എക്സെപ്റ്റഡ് അല്ല, അത് ടാക്സബിൾ ആണ്. അതാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ. ഇനി അടുത്ത കാര്യം നോക്കി, ഞാൻ ഈ പറഞ്ഞ കുറെ കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കുറെ കാര്യമാണ്. മ്യൂസിയം, നമ്മുടെ ചരിത്രങ്ങളെ എല്ലാം പറ്റിയിട്ട് നമുക്ക് പഠിക്കാനും അത് മനസ്സിലാക്കാനും പറ്റുന്ന സ്ഥലം മ്യൂസിയം. അതുപോലെ നാഷണൽ പാർക്കുകൾ കണ്ടിട്ടില്ലേ? ജിയോളജിക്കൽ പാർക്കുകൾ, നാഷണൽ പാർക്കുകൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, സൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് നാച്ചുറൽ പാർക്ക്, ഇതിനെ പറ്റിയിട്ടൊന്നും ഞാൻ കൂടുതൽ ടെക്നിക്കലായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെയൊക്കെ പോവുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാം നമുക്ക് ടിക്കറ്റ് റേറ്റ് ഒക്കെ ഇല്ലേ, ആ ടിക്കറ്റ് എല്ലാം GST എക്സെപ്റ്റ് ആണ്. എവിടെയൊക്കെയാ? മ്യൂസിയം, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ടൈഗർ റിസർവോയേഴ്സ്, അതുപോലുള്ള സ്ഥലങ്ങൾ, അവിടെയെല്ലാം എന്താണ്, അവിടുത്തെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എന്താണ്, എക്സെപ്റ്റഡ് ആണ്. സിമ്പിൾ കാര്യമല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ അല്ലേ. പക്ഷേ കുറച്ച് മാറ്റമുണ്ട്. അതാണ് തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. നോക്കിയേ, ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളുടെയും എൻട്രി ഞാൻ ഈ പറഞ്ഞു, നമ്മുടെ സൂയിലോ മ്യൂസിയത്തിലോ നാഷണൽ പാർക്കുകളിലോ ഒക്കെ ആണെങ്കിൽ അവിടെയെല്ലാം നമ്മൾ അത് എന്താണ്, എക്സെപ്റ്റഡ് ആണ്. ആ ടിക്കറ്റിന് GST ഒന്നും കൊടുക്കണം. പക്ഷേ നമ്മൾ ഒരു സർക്കസ് കാണാൻ പോയി, ഒരു മൈക്കിൾ ജാക്സന്റെ ഒരു കിടിലൻ ഡാൻസ്, MJ5 എന്ന് പറഞ്ഞ ഒരു ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ ഡാൻസിന്റെ ആ ഒരു ഡാൻസ് കാണാൻ പോയി. അല്ലെങ്കിൽ BTSന്റെ ഒരു എവിടെയെങ്കിലും ഒരു ഷോ നടക്കുന്നത്, അത് കാണാൻ പോയി. ഒരു ക്രിക്കറ്റ് ഷോ കാണാൻ പോയി, ഒരു അവാർഡ് ഫംഗ്ഷൻ കാണാൻ പോയി, പ്ലാനറ്റോറിയം കണ്ടു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇല്ലേ നമ്മൾ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് പോകുന്ന ഒത്തിരി സ്ഥലങ്ങൾ. ഏതല്ലാണ്ട് ഈ മ്യൂസിയോ, നാഷണൽ പാർക്കോ, സൂവോ ഒന്നും അല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരു ടിക്കറ്റിന്റെ റേറ്റ് 500 വരെ ആണെങ്കിൽ, ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് 500 രൂപ വരെ ആണെങ്കിൽ എക്സെപ്റ്റഡ് ആണ്. 500 രൂപയെക്കാളും മുകളിലാണെങ്കിൽ ടാക്സബിൾ. ഒന്നുകൂടെ പറയാം, നമ്മൾ എറണാകുളത്ത് കലൂര് ISL നടക്കും എല്ലാ വർഷവും, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി അമ്പളിച്ച് നടക്കും. ആ കളി കാണാൻ വേണ്ടിയിട്ട് പോയി. ഓക്കെ, ഏറ്റവും അകലെയുള്ള ഈ സ്റ്റേഡിയത്തിന്റെ ഏറ്റവും ദൂരെയുള്ള ഏറ്റവും അങ്ങുള്ള ടിക്കറ്റിന്റെ റേറ്റ് 300 രൂപയാണ്. ആ 300 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരത്തില്ല, GST കൊടുക്കേണ്ടി വരില്ല. എന്തുകൊണ്ടാ? 500 രൂപ വരെയുള്ള ടിക്കറ്റുകൾക്ക് മാത്രം, 500 രൂപയ്ക്ക് മുകളിലുള്ള ടിക്കറ്റിന് മാത്രം എന്ത് കൊടുത്താൽ മതി, GST കൊടുത്താൽ മതി. അപ്പോ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ആൾക്കാർ, നമ്മുടെ പ്ലേയേഴ്സ് ഇറങ്ങി വരുന്ന ആ ഒരു സ്ഥലമുണ്ട്, ആ ഒരു ലോബിയുടെ അടുത്തുള്ള സീറ്റുകൾക്ക് ആ ടിക്കറ്റിന് നമ്മൾ 1000, 2000, 3000 രൂപ കൊടുക്കേണ്ടി വരും അവിടെ. അല്ലെങ്കിൽ AC ടിക്കറ്റുകളുണ്ട്, നമ്മൾ IPL കാണുമ്പോൾ കണ്ടില്ലേ, VIP ബോക്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് വെച്ചിരിക്കും, അവിടുത്തെ ടിക്കറ്റുകൾക്ക്. അല്ലെങ്കിൽ VIP ഇരിക്കുന്ന സ്ഥലങ്ങൾ, അവിടുത്തെ ടിക്കറ്റുകൾക്ക്. അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും, 500 രൂപയ്ക്കാളും മുകളിൽ കൊടുക്കേണ്ടി വന്നാൽ അത് ടാക്സബിൾ ആണ്.
മനസ്സിലായോ? നമുക്ക് ഈ എന്റർടൈൻമെന്റ് സർവീസും കൂടെ പഠിച്ചിട്ട് അവസാനിപ്പിക്കാം. നോക്കി 2-3 കൂടെ ഉള്ളു. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ബാക്കി എക്സംഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്തുവാ നോക്കി ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ട്രെയിനിങ് അല്ലെങ്കിൽ കോച്ചിങ്. ട്രെയിനിങ് അല്ലെങ്കിൽ കോച്ചിങ്. ആ ട്രെയിനിങ്ങും കോച്ചിങ്ങും നമ്മൾ ആർട്ടിനോ കൾച്ചറിനോ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നെങ്കിൽ എക്സംപ്റ്റഡ്. ആ ട്രെയിനിങ് കൊടുക്കുന്നത് ആർട്ടിനോ കൾച്ചറോ, നമ്മൾ നേരത്തെ പറഞ്ഞ ആർട്ടും കൾച്ചേഴ്സും ഒക്കെ ഇല്ലേ, എന്ത് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കർണാട്ടിക് സംഗീതം, ശാസ്ത്രീയ സംഗീതം, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ കോച്ചിങ് കൊടുക്കുകയാണെങ്കിൽ, ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അത് എക്സെപ്റ്റഡ് ആണ്. പക്ഷേ ഒരു സ്പോർട്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. ക്രിക്കറ്റ് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ബാഡ്മിന്റൺ പഠിപ്പിക്കുന്നു, വോളിബോൾ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും അത്ലറ്റിനെ ട്രെയിൻ ചെയ്യുന്നു, അങ്ങനെ ഏതെങ്കിലും ഒരു സ്പോർട്ടിനാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നെങ്കിൽ അത് ചാരിറ്റബിൾ സൊസൈറ്റിക്കാണെങ്കിൽ എക്സെപ്റ്റഡ്. ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആരും ഇൻകം ടാക്സ് ആക്ട് 1956 1961 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇൻകം ടാക്സ് ആക്ടിന്റെ 12AA പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചാരിറ്റബിൾ സൊസൈറ്റി ആണെങ്കിൽ അവർക്ക് മാത്രം എക്സെപ്റ്റഡ്. ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും ടാക്സ്. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് ഇത്രയും പഠിപ്പിച്ച കാര്യം മനസ്സിലായെങ്കിൽ നിങ്ങൾ അതിന് ആൻസർ പറയണം. നമ്മൾ എവിടെ പോവാണ്? താജ്മഹൽ കാണാൻ വേണ്ടിട്ട് പോവാണ്. നമ്മുടെ താജ്മഹൽ കാണാൻ വേണ്ടിട്ട് പോയ സമയത്ത് ടിക്കറ്റിന്റെ റേറ്റ് 800 രൂപ. ടിക്കറ്റിന്റെ റേറ്റ് 800 രൂപ. ഒരാളുടെ ടിക്കറ്റിന്റെ റേറ്റ് 800 രൂപ. അത് ടാക്സബിൾ ആണോ എക്സെപ്റ്റഡ് ആണോ? പറ. ഒരാൾ പറഞ്ഞു ടാക്സബിൾ, അടുത്ത ആൾ പറഞ്ഞു നോൺ ടാക്സ്, എക്സെപ്റ്റഡ്. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റഡ് ആണ്. കാരണം തൊട്ട് മുന്നേ കിടന്ന എൻട്രി നമ്പർ 78 നമ്മൾ എന്താ പഠിച്ചത്? ഏത് മ്യൂസിയത്തിലോ, ഏത് നാഷണൽ പാർക്കിലോ, ഏത് മോണുമെന്റ്സിലോ, എന്ത് വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലോ എവിടെ പോയാലും ടിക്കറ്റിന് എത്ര തന്നെ രൂപയായാലും അത് എക്സെപ്റ്റഡ് ആണ്. മനസ്സിലായോ? പക്ഷേ നമ്മൾ അത് കൂടാതെ ബാക്കി സർക്കസ് കാണാൻ പോണു, ഡാൻസ് കാണാൻ പോണു, പെർഫോമൻസുകൾ കാണാൻ പോണു, സിനിമ കാണാൻ പോണു, അങ്ങനെ മ്യൂസിക്കൽ അവാർഡുകൾ കാണാൻ പോണു, വേറെ എന്തെങ്കിലും അവാർഡ് ഷോസ് കാണാൻ പോണു, അവിടെയൊക്കെ ആണെങ്കിൽ 500 രൂപ വരെ ടിക്കറ്റിന് എക്സെപ്റ്റഡ്. 500-നേക്കാളും മുകളാണെങ്കിൽ ഫുൾ എമൗണ്ട് ടാക്സബിൾ. ഓക്കെ, അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അഡ്മിഷൻ ഓഫ് മോണുമെന്റ്സിന്റെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, അഡ്മിഷൻ ഓഫ് മോണുമെന്റ്സ്. താജ്മഹൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോണുമെന്റ് ആണ്. അത് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. താജ്മഹൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോണുമെന്റ് ആണ്. ആർക്കിയോളജിക്കൽ സൈറ്റുകൾ, അവിടെയൊക്കെ പോവുകയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം എക്സെപ്റ്റഡ്. നന്നായിട്ട് മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ എക്സംഷൻസിനകത്ത് ഏതൊക്കെ പഠിച്ചു? എക്സംഷനകത്ത് നമ്മുടെ ഹോസ്പിറ്റൽ സർവീസുകൾ പഠിച്ചു, ഹെൽത്ത് കെയർ സർവീസുകൾ നമ്മൾ പഠിച്ചു, റിലീജിയസ് ആൻഡ് കൾച്ചറൽ സർവീസുകൾ, ചാരിറ്റബിൾ സർവീസുകൾ പഠിച്ചു, ലീഗൽ സർവീസ് പഠിച്ചു, എന്റർടൈൻമെന്റ് സർവീസുകൾ പഠിച്ചു. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ പഠിച്ചതിനകത്ത് ഏകദേശം ഒരു 100ഓളം എൻട്രികളുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി. പക്ഷെ അതൊക്കെ നമ്മൾ വളരെ ഷോർട്ട് ആക്കിയിട്ട് ഈ ഒരൊറ്റ പേജ് കൊണ്ട് അത്രയും പഠിച്ചു. പോരെ? ഇന്നത്തേക്ക് ഇത്രയും പോരെ? ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പഠിച്ചാൽ പോരെ? നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായില്ലേ? നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ റിസൾട്ട് വരുമ്പോൾ തലകുനിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ റിസൾട്ട് ഞാൻ പാസ്സായില്ലെന്നോ പറയാനുള്ള ഇടം ഒരിക്കലും ഉണ്ടാക്കരുത്. നമ്മൾ പാസ്സാക്കണം, ഉറപ്പായിട്ടും പാസ്സാവണം. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക.